ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കടുബൂന്തിയാണ്. അപ്പോൾ നമുക്കിത് സൈഡായിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കല്ലോട് കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ കൂടുതൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിലെടുക്കണം. സാധാരണ ഒരു നോർമലായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തന്നെ ധാരാളം മതിയാവും. കടലപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു പകുതി സവാള. അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പകുതി തന്നെ മതിയാവും. തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു സവാള വരെ വേണ്ടി വരും. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് മാക്സിമം അരിയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു പച്ചമുളകും കൂടി. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മസാലകളും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ഒരു 1 ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ അയമോദകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓമം എന്നും പറയും, അയമോദകം എന്നും പറയും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 സ്പൂൺ അളവിൽ നമുക്ക് പച്ചരിപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. ഉപ്പ് നോക്കി വേണം ചേർക്കാനായിട്ട്, ഒരുപാട് ചേർത്ത് കളയരുത്. വളരെ കുറച്ച് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കൂടി പോകരുത്. അതിനാവശ്യമായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അത്യാവശ്യം നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 5-10 മിനിറ്റ് സമയം നമ്മളിത് ഇങ്ങനെ വെച്ചിരിക്കണം. വെറുതെ ഒന്ന് വിട്ടേക്കണം അതിന് ശേഷം നമുക്ക് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയെല്ലാം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്പൂണ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ ഒരല്പം മാവായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. തീരെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. മാക്സിമം ചെറുതായിട്ടൊന്ന് ഇടണം. കാരണം ഇതൊന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വീണ്ടും ഒന്ന് പെരുകി വരും. മാക്സിമം മാവും നമ്മുടെ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പരന്ന ഒരു ഫ്രൈങ് പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാവ് നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടി പറ്റും. ആദ്യം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഇടാനായിട്ട്. കാരണം നമ്മളിതെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഇട്ടതൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഫ്ലെയിം പിന്നീട് കുറച്ച് വെക്കണം. പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് തുടക്കത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുന്നത്. അതിനുശേഷം പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ ഇട്ടതുപോലെയൊന്നും അല്ല. അത്യാവശ്യം എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പെരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ബോൾസ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ബോളിൻ്റെ ഷേപ്പിൽ കിട്ടും. പക്ഷേ ഈ ഒരു രീതിക്ക് കിട്ടുമ്പോഴത്തേക്കും അതൊരു പ്രത്യേകതയാണ്, അത് വേറെ കാര്യം. അപ്പോൾ നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നീട് ഫ്ലെയിം കുറച്ച് വയ്ക്കണ്ട കേട്ടോ. കാരണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാലും ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. ഇപ്പോൾ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു രീതി തന്നെ മതിയാവും. വീണ്ടും നമ്മളിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരുപാട് കളർ മാറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ, എണ്ണയൊന്നും വലിച്ചെടുക്കാതെയാണ് ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് കൂടി ഇന്ന് വറുത്തെടുക്കാനുള്ള മാവ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കാം.
ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ നമുക്ക് ചായയുടെ കൂടെ ഇതുപോലെ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ച് സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 കപ്പോളം തൈര് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം വേണ്ടത്. എന്നാലും കുറച്ച് പുളി വേണം എന്ന് വെച്ചിട്ട് ഒത്തിരി പുളിയുള്ള തൈര് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇതുപോലെ ആവശ്യമുള്ള തൈരും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടയായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ ധാരാളം മതിയാവും. ഇനി ഇതിലേക്ക് ഏകദേശം 1 കപ്പും കൂടുതലായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലുള്ള കട്ടയൊക്കെ പോകുന്നത് പോലെ നല്ലതുപോലെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മളിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് പച്ചമുളക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള എരിവൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ലൈറ്റായിട്ട് മാത്രം ഒരല്പം പച്ചമുളകും കൂടി. കൂടെ തന്നെ നമ്മുടെ ഈ തൈരിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഫസ്റ്റിൽ ഇതുപോലെ ഈ ഒരു ചെറിയൊരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഫസ്റ്റിലെ ചേർത്ത് കൂടി പോകണ്ട. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ഈ പുളിയും ബാക്കിയുള്ള എരിവും ഉപ്പുമൊക്കെ നല്ലതുപോലെ ഒന്ന് ബാലൻസ് ചെയ്യും. ചെറിയൊരു സ്വീറ്റ്നെസ്സും കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരല്പം താളിച്ചും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലെ വളരെ കുറച്ച് മാത്രം ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി. നമ്മൾ സാധാരണ സാമ്പാർ കായം തന്നെയാണ്. ഇത് രണ്ടും മാത്രമേ നമ്മുടെ താളിപ്പിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ബാക്കി പെട്ടെന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇതുപോലെ നമ്മുടെ തൈരിലേക്ക് നമ്മളിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് മുങ്ങിക്കിട്ടുന്ന ആ ഒരു രീതിക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഒരല്പം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മല്ലിയിലേക്ക് ഒന്ന് വിതറി കൊടുത്തിട്ട് സെർവ് ചെയ്യാൻ സമയത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളരെ സൂപ്പറാണ്. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് സൈഡ് ഡിഷാണ് കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ അല്ല, നമുക്ക് ഒരല്പം ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ ഈ കടു ബൂന്തിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.